നമസ്കാരം, വിങ്സ് ബുക്സിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ലളിതാംബിക അന്തർജനത്തിൻ്റെ അവിവാഹിത എന്ന കഥ പരിചയപ്പെടാം. നമ്മളെല്ലാവരും ഇപ്പോൾ പുതിയ എഴുത്തുകാരുടെ കഥകളും കവിതകളും നോവലുകളും ഒക്കെയാണല്ലോ കൂടുതലും വായിക്കുന്നത്. ഞാനും അങ്ങനെ തന്നെയാണ്. എന്നാലും ഇടയ്ക്കൊക്കെ പഴയ എഴുത്തുകാരുടെ കഥകളും കവിതകളും നോവലുകളും ഒക്കെ വായിക്കാറുണ്ട്. അങ്ങനെ ഇത്തവണ സെലക്ട് ചെയ്തതാണ് ലളിതാംബിക അന്തർജനത്തിൻ്റെ അനശ്വര കഥകൾ. ചില വികാരങ്ങളൊക്കെ കാലാതീതങ്ങളായിരിക്കും. ഈ പ്രണയം എന്ന് പറയുന്നത് എല്ലാ കാലഘട്ടത്തിലും പ്രണയം തന്നെയാണ്. അതിൻ്റെ നിറവും രൂപവും ഭാവവും ഒക്കെ ഇത്തിരി മാറുമെങ്കിലും പ്രണയം ഇത്തിരി പൈങ്കിളിയും മധുരമുള്ളതുമായൊരു വികാരമായിട്ട് എത്ര കാലം കഴിഞ്ഞാലും അങ്ങനെ നിലനിൽക്കും. അതുപോലെ ഒന്നാണ് മാതൃത്വം എന്ന് പറയുന്നതും. കാലാതീതങ്ങളാണ് ചില വികാരങ്ങളെന്ന് വിളിച്ചു പറയുന്ന ഒരു കഥ കൂടിയാണ് ലളിതാംബിക അന്തർജനത്തിൻ്റെ അവിവാഹിത. അവിവാഹിതയായ ഒരു ഡോക്ടറുടെ, ഒരു ഗൈനക്കോളജിസ്റ്റിൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന ഒരു സംഭവമാണ് ഇതിൽ വിവരിക്കുന്നത്. ഈ പറഞ്ഞ ഡോക്ടർ ഒരു വിവാഹ വിരോധിയാണ് കേട്ടോ. അങ്ങനെ വെറുതെ അങ്ങനെ ആയതല്ല. ഒരുപാട് പ്രസവങ്ങൾ എടുക്കുകയും ഒരുപാട് പെൺകുട്ടികളുടെ പ്രസവ വേദനയിലൂടെ കടന്നു പോവുകയും ചെയ്തപ്പോൾ ഡോക്ടർ സ്വയം ചിന്തിച്ചു, എന്തുകൊണ്ടാണ് സ്ത്രീകൾ മാത്രം ഇത്രമാത്രം വേദന സഹിക്കുന്നത്? എന്തുകൊണ്ടാണ് പുരുഷന്മാർ എപ്പോഴും സുഖലോലുപരായിട്ട് രക്ഷപ്പെട്ടു പോകുന്നത്? സ്ത്രീകളുടെ ജീവിതത്തിൽ മാത്രം എന്തുകൊണ്ടാണ് ഇത്രയും വേദനയും സങ്കടങ്ങളും ഒക്കെ വന്നു നിറയുന്നത് എന്ന്. അങ്ങനെ ഒരുപാട് പ്രസവങ്ങൾ കണ്ട് അവസാനം അവരൊരു തീരുമാനത്തിലെത്തി, ഞാൻ ഒരിക്കലും പ്രസവിക്കുകയില്ല എന്ന തീരുമാനത്തിൽ. അങ്ങനെ അവർ ഇപ്പോഴും അവിവാഹിതയായി തുടരുകയാണ്. അങ്ങനെ ഇരിക്കെ ഒരു സംഭവം അവരുടെ ജീവിതത്തിലും ഉണ്ടാകുന്നു. അനാഥയായ ഒരു സ്ത്രീ പ്രസവിക്കുന്നു. അവർ മരണത്തെ മുഖാമുഖം കണ്ടിരിക്കുന്ന ഒരു നിമിഷം ഡോക്ടറോട് ഇങ്ങനെ പറയുന്നു, ഞാൻ അനാഥാലയത്തിലാണ് ജീവിക്കുന്നത്. എൻ്റെ ഭർത്താവ് ഒരു പട്ടാളക്കാരനാണ്. അദ്ദേഹം യുദ്ധത്തിന് പോയേക്കുകയാണ്. അദ്ദേഹം ഒരുപക്ഷെ തിരിച്ചു വന്നേക്കാം. അന്ന് ഈ കുട്ടിയെ ഡോക്ടർ തിരികെ ഏൽപ്പിക്കണം, അല്ലെങ്കിൽ ഒരിക്കലും അവനെ അനാഥാലയത്തിലേക്ക് വിടരുത്, അവനെ ഡോക്ടർ സംരക്ഷിക്കണമെന്ന്. സമാധാനമായിട്ട് അവർ ഈ ജീവിതത്തിൽ നിന്ന് കടന്നു പോകട്ടെ എന്ന് മനസ്സിൽ ഉറപ്പിച്ച ഡോക്ടർ വാക്ക് നൽകുകയും ചെയ്തു. അങ്ങനെ ആ കുഞ്ഞ് ഡോക്ടറുടെ ജീവിതത്തിലേക്ക് വരികയാണ്. ഈ കുട്ടി എത്തുന്നതോടുകൂടി ഡോക്ടറുടെ ജീവിതം മൊത്തത്തിൽ മാറി മറിയുകയാണ്. ഡോക്ടറുടെ ദൈനംദിന ജീവിതത്തെ പോലും വളരെ പോസിറ്റീവായിട്ട് അവൻ സ്വാധീനിക്കുന്നു. അവനു വേണ്ടി ഡോക്ടറുടെ വീട് പൂർണ്ണമായിട്ടും മാറുന്നു. അങ്ങനെ കുഞ്ഞ് വളരുന്നു. അവനൊരു 6 വയസ്സായി. അവൻ സ്കൂളിൽ ചേരുന്ന പ്രായമാകുമ്പോഴേക്കും അവൻ്റെ അച്ഛൻ അവനെ തേടിയെത്തുകയാണ്. അയാൾക്കൊപ്പം കുഞ്ഞിനെ പറഞ്ഞു വിടാൻ അവർക്ക് മനസ്സുകൊണ്ട് യാതൊരു താല്പര്യവുമില്ലായിരുന്നു. എങ്കിലും അയാൾ വിളിച്ചാൽ ആ കുഞ്ഞ് വരുമെന്നുണ്ട് എങ്കിൽ നിങ്ങൾ ആ കുട്ടിയെ കൊണ്ടുപോയിക്കൊള്ളാൻ തന്നെ അവർ പറഞ്ഞു. ആദ്യമൊന്നും കുഞ്ഞ് വഴങ്ങിയില്ല. എങ്കിലും മിഠായിയും കളിപ്പാട്ടങ്ങളും ഒക്കെ കണ്ട് ഒടുവിൽ അവൻ കൂടെ ചെല്ലാമെന്ന് സമ്മതിച്ചു. ആ കുഞ്ഞ് പോയി കഴിഞ്ഞപ്പോഴാണ് ഡോക്ടർ മനസ്സിലാക്കുന്നത് തൻ്റെ ജീവിതത്തിൽ ആ കുട്ടിക്ക് എത്ര വലിയ സ്ഥാനമായിരുന്നുവെന്നും തൻ്റെ മനസ്സിൽ താൻ അറിയാതെ അവനു വേണ്ടി മാതൃത്വം തുളുമ്പിയിരുന്നു എന്നും. ഒടുവിൽ അവരുടെ സ്വഭാവത്തെ തന്നെ അത് പൂർണ്ണമായിട്ടും മാറ്റുകയാണ്. അവർ ഹോസ്പിറ്റലിൽ തന്നെയാണെങ്കിലും എല്ലാവരോടും ദേഷ്യപ്പെടുകയും ഷൗട്ട് ചെയ്യുകയും മോശമായിട്ട് സംസാരിക്കുകയും ഒക്കെ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ രണ്ടും കൽപ്പിച്ച് അവസാനം അവർ ആ പട്ടാളക്കാരൻ്റെ വീട് തിരക്കി എത്തുകയാണ്. കുഞ്ഞിനെ ആവശ്യപ്പെടുമ്പോൾ അയാൾ കുഞ്ഞിനെ നൽകാൻ വിസമ്മതിച്ചു. തൻ്റെ കയ്യിലുള്ള എല്ലാ സ്വത്തുക്കളും അയാൾക്ക് മുന്നിൽ അടിയറ വെക്കാമെന്നും വേണമെങ്കിൽ താൻ ജോലി വരെ ഉപേക്ഷിക്കാമെന്നും അവർ പറയുകയാണ്. അവരുടെ ഉള്ളിലെ മാതൃത്വം അവരെ കൊണ്ട് അതൊക്കെ പറയിപ്പിക്കുകയാണ് എന്ന് വേണം പറയാൻ. അവസാനം ഒന്നിനും അയാൾ അടുക്കുന്നില്ല എന്ന് കാണുമ്പോൾ അവരവസാനമാണ് ഇങ്ങനെ പറയുന്നത്, ഞാൻ എൻ്റെ ജോലി ഉപേക്ഷിച്ച് ഇവിടെ നിന്നോളാമെന്ന്. അപ്പോഴും ഒരു കുഞ്ഞിനെ പ്രസവിക്കാനും വളർത്താനും ഒക്കെയുള്ള ഒരു മനസ്സ് അവരുടെ ഉള്ളിൽ അവർ പോലും അറിയാതെ വളർന്നു വരുന്നുണ്ടായിരുന്നു. മാതൃത്വം എന്ന് പറയുന്ന വികാരം ഒരിക്കലും നിഷേധിക്കാനാവാത്തതാണ് ഒരു പെണ്ണിന് എന്ന് ഒരിക്കൽ കൂടി ഊട്ടിയുറപ്പിക്കുന്ന ഒരു കഥയായിരുന്നു ഇത്. എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും മാതൃത്വം അതിൻ്റെ മഹനീയതയും അതിൻ്റെ മാധുര്യവും ഒരിക്കലും മാഞ്ഞു പോവുകയില്ല. ഒരു 50 വർഷം കഴിഞ്ഞിട്ട് ഈ കഥ വായിച്ചാലും ഒരു പക്ഷേ അന്ന് ഒരു സ്ത്രീക്ക് ഇതേ വികാരത്തോടു കൂടി തന്നെ ഈ കഥയെ ഉൾക്കൊള്ളാൻ സാധിക്കുമായിരിക്കും. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ചില കഥകൾ കാലാതീതമാണെന്ന്, ചില വികാരങ്ങൾ കാലാതീതമാണ് എന്നും
പറഞ്ഞത് അതുകൊണ്ടാണ് കേട്ടോ. ഈ ലളിതാംബിക അന്തർജനത്തിൻ്റെ അനശ്വര കഥകളെന്ന് പറയുന്ന ഈ ബുക്ക് എടുത്തപ്പോഴാണ് മറ്റൊരു കാര്യം കൂടി ഓർമ്മ വന്നത്. ലളിതാംബിക അന്തർജനം ഒരേ ഒരു നോവലേ എഴുതിയിട്ടുള്ളൂ, അത് അഗ്നിസാക്ഷിയാണ്. എല്ലാ മലയാളികൾക്കും മനഃപ്പാഠമാണ് അഗ്നിസാക്ഷിയുടെ കഥ എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം അപ്രപാളികളിലും അത്രമേൽ മനോഹരമായിട്ടാണ് അഗ്നിസാക്ഷി വരച്ച് ചേർത്തിരിക്കുന്നത്. ശോഭന അതിഗംഭീരമായിട്ട് അതിലെ ഹീറോയിനെ അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ മലയാളികളുടെയും മനസ്സിൽ മായാത്ത ഒരു ചിത്രമായിട്ട് അഗ്നിസാക്ഷി എന്ന നോവല് ഉണ്ടാകും. ഏതാണ്ട് 50 വർഷം, അരനൂറ്റാണ്ടായി അഗ്നിസാക്ഷി മലയാളിക്ക് സമ്മാനിക്കപ്പെട്ടിട്ട്. ആ ഒരു മാധുര്യം കൂടി ഈ വർഷത്തിന് 2026 ഉണ്ട്. 1940 പ്രസാദം എന്ന് പറയുന്ന ഒരു ചെറുകഥയാണ് ഈ അഗ്നിസാക്ഷി എന്ന് പറയുന്ന നോവലിന് ആധാരമായിട്ടുണ്ടായിരുന്നത്. 1962 ഒരു പഴയ സാമൂഹിക പ്രവർത്തകയും സുഹൃത്തുമായിരുന്ന വ്യക്തിയെ ഗംഗാതീരത്ത് വെച്ച് സന്യാസിനിയായി കണ്ടുമുട്ടിയപ്പോഴാണ് യഥാർത്ഥത്തിൽ ഈ ത്രെഡ് ഇങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നതിനെപ്പറ്റി ലളിതാംബിക അന്തർജനം തീരുമാനിക്കുന്നത്. അതിനു മുമ്പ് വൈക്കം മുഹമ്മദ് ബഷീർ ഉൾപ്പെടെയുള്ളവരൊക്കെയും ഒരു നോവൽ, ആ കാലഘട്ടത്തിലെ സ്ത്രീകളുടെ ജീവിതത്തെ സംബന്ധിക്കുന്ന ഒരു നോവൽ എഴുതണമെന്ന് നിരന്തരമായിട്ട് ലളിതാംബിക അന്തർജനത്തിനോട് ആവശ്യപ്പെടുമായിരുന്നു. എന്തുതന്നെയായിരുന്നാലും മലയാളികളുടെ മനസ്സിൽ ഒരിക്കലും മായാത്ത വിങ്ങലായി ലളിതാംബിക അന്തർജനത്തിൻ്റെ അഗ്നിസാക്ഷി എന്നും ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് മറ്റൊരു കഥയിലൂടെ, മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. ടിൽ ദെൻ, ഇറ്റ്സ് ബൈ ഫ്രം സ്മിത.